നീക്കിയ കല്ലും മണ്ണും ഒക്കെയാണ് അപ്പോൾ ഈ ഒഴുകി വരുന്നത്. എന്നാൽ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി പുന്നപ്പുഴയിൽ ജലവിധാനം ഉയർന്നിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റോഷിബാൽ, അതെന്തായിരിക്കും? സുജയ, നിലവിലെ സാഹചര്യത്തിൽ വയനാട് ജില്ലയിലും ഈ മലയോര മേഖലയിലുമുണ്ടായ മഴയാണ് ആ വനമേഖലയിൽ, ഈ പുഞ്ചിരിമറ്റത്തിന് മുകളിലോട്ടുള്ള വനമേഖലയിൽ അതിശക്തമായ മഴയാണ് ഇന്നലെ മുതലുള്ളത്. ആ മഴയുടെ ഭാഗമായി അവിടെ നമുക്കറിയാം മുണ്ടകയിലെ ആ ഉരുൾപൊട്ടലിൻ്റെ ഭാഗമായി അവിടെ കല്ലുകളും വലിയ പാറക്കൂട്ടുകളുമൊക്കെ അവിടെ കുടുങ്ങി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ശക്തമായ മഴ ആ മലയോരത്ത് ഉണ്ടായതിനെ തുടർന്ന് അവിടെയൊന്നും ചെളിയും ചെറിയ പാറക്കല്ലുകളുമൊക്കെ താഴോട്ടേക്ക് ഒഴുകി വരുന്നത് എന്ന രീതിയിലുള്ള വിശദീകരണത്തിനപ്പുറത്തേക്ക് ചെറിയ രീതിയിൽ ആ ഭാഗത്ത് മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ പലയിടങ്ങളിലും പൂർണ്ണമായും താഴോട്ടേക്ക് ഒഴുകി വരാതെ പലയിടങ്ങളിലും പൊട്ടി നിൽക്കുന്ന രീതിയിൽ മണ്ണുകളുണ്ട്, മണൽ തിട്ടകൾ ഒക്കെയുണ്ട്, മണ്ണിൻ്റെ തിട്ടകളൊക്കെ. അതൊക്കെ പതുക്കെ ഈ ശക്തമായ മഴയെ തുടർന്ന് താഴോട്ടേക്ക് ഒഴുകി വരികയാണ്. അങ്ങനെയുള്ള ആ മണ്ണിടിച്ചിൽ, ചെറിയ മണ്ണിടിച്ചിൽ ഒപ്പം തന്നെ ശക്തമായ മഴയുള്ള ആ മലവെള്ളപ്പാച്ചിലുമാണ് ഇപ്പോഴുള്ളത്. ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു സൂചനകൾ അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ KSDB പറയുന്നത്. അവിടെ ഒരു പ്രാഥമികമായ അതുമായി ബന്ധപ്പെട്ട പരിശോധനകളൊക്കെ നടത്തും. ഏതായാലും നമുക്ക് ഇനി ലഭിക്കേണ്ട പ്രധാനപ്പെട്ട വിവരം ഇനിയും മഴ ശക്തമായി വയനാട് ജില്ലയിൽ ഉണ്ടോ എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൻ്റെ മഴ മുന്നറിയിപ്പ് വരും. ഇന്നത്തെ മഴ മുന്നറിയിപ്പ്, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അവർ ഏകോപിപ്പിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാനും സമയങ്ങൾക്ക് തന്നെ മഴ വിവരങ്ങളും മഴ മുന്നറിയിപ്പും നമുക്ക് ലഭിക്കും. ഓക്കെ, മുണ്ടക്കയിൽ നിന്ന് ഒപ്പം ബെയിലി പാലത്തിനവിടെ നിന്നൊക്കെയുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വില്ലേജ് ഓഫീസ് സ്ഥലത്തെത്തിയപ്പോൾ പ്രദേശവാസികൾ തടയുന്നത് നമ്മൾ കണ്ടു. രാവിലെ അറിയിച്ചിട്ട് ഉദ്യോഗസ്ഥരെത്താൻ വൈകിയത് വലിയ ആശയക്കുഴപ്പം അവിടെ ഉണ്ടാക്കി. അത് വാഗ്വാദത്തിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. റോഷിബാൽ, അതായത് ഈ അവശിഷ്ടങ്ങളൊക്കെ ഒഴുകി വരുന്നത് അത് സ്വാഭാവികമാണ് എന്ന ദുരന്തനിവാരണ അതോറിറ്റി പറയുമ്പോഴും ഇപ്പോൾ ഈ ജലനിരപ്പിൽ മാറ്റം നമ്മൾ കാണുന്നുണ്ട്. ഉരുൾപൊട്ടൽ അവശിഷ്ടങ്ങളൊക്കെ ഒഴുകിപ്പോയി. രാവിലെ മുതൽ തന്നെ ഇതേ ഒഴുക്കാണ്. സുജയ, ഇപ്പോൾ നമുക്ക് ദുരന്ത നിവാരണ വിഭാഗം നൽകുന്ന വിവരം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അതിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രാഥമികമായ ഒരു വിലയിരുത്തലിൻ്റെയും പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളാണ്. ഇന്നലെ മുതൽ തന്നെ കനത്ത മഴ, ഇനിയും ശക്തമായ മഴ തുടരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വാഭാവികമായി ആ മഴയിൽ ആ മലയോരത്ത് പുഞ്ചിരിമറ്റത്തിന് മുകളിൽ ആ വനമേഖലയിൽ ശക്തമായ മഴ പെയ്യുമ്പോൾ നേരത്തെ ഉണ്ടായ ഉരുൾപൊട്ടലെ അവശിഷ്ടങ്ങളായുള്ള വലിയ പാറക്കല്ലുകൾ നമ്മൾ നേരിട്ട് തന്നെ ആ സമയത്ത് കണ്ടതാണ്. ആ പാറക്കല്ലുകളും ചെറുതും വലുതുമായ പാറക്കല്ലുകൾ, അതേപോലെ ഇടിഞ്ഞു വീഴാറായുള്ള വലിയ മണൽ ഒക്കെയുണ്ട്, മലയുടെ ഭാഗങ്ങളൊക്കെയുണ്ട്. അതൊക്കെ മഴ ശക്തമായതോടെ ആ ഭാഗങ്ങളൊക്കെ ചെറിയ രീതിയിൽ താഴോട്ടേക്ക് മണ്ണിടിച്ചിലായി താഴോട്ടേക്ക് വരുന്നു. വെള്ളം കൂടുതൽ വന്നതോടെ ആ വെള്ളം കുത്തി താഴോട്ടേക്ക് ഒഴുകുന്നു. ആ ഒഴുക്കിൽ ഈ പറഞ്ഞ കഴിഞ്ഞ തവണത്തെ ഉരുൾപൊട്ടലുണ്ടായ അവശിഷ്ടങ്ങൾ ഏതാണ്ട് അത് ഭാഗികമായെങ്കിലും താഴോട്ടേക്ക് കുത്തി ഒഴുകുകയാണ്. അതാണ് ഒരു ഭീതിജനകമായ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടാകാൻ സാഹചര്യം. അതിനപ്പുറത്തേക്ക് എന്താണ് സാഹചര്യം? സുജയ പാർവതി, ജലനിരപ്പ് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. നമ്മൾ വന്ന സമയത്ത് നേരത്തെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ബെയിലിപ്പാലത്തിന് എതിർഭാഗത്തുള്ള അട്ടമലയിലേക്ക് പോകുന്ന സ്ഥലത്താണ് നമ്മളുള്ളത്. നേരത്തെ ഇതുവഴിയെല്ലാമാണ് തൊഴിലാളികളെ ഇക്കരയിലേക്ക് കടത്തിയത്. ഇപ്പോൾ ഈ ഫോറസ്റ്റ് വനംവകുപ്പിൻ്റെ ജീവനക്കാർ, മുണ്ടക്കയിൽ പോയ വനംവകുപ്പിൻ്റെ ജീവനക്കാർ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ വന്ന സമയത്ത് ഇത്രയും വെള്ളം ഉണ്ടായിരുന്നില്ല. പക്ഷേ പൊടുന്നനെ തന്നെയാണ് ശക്തമായ കുത്തൊഴുക്കും ഒപ്പം ജലനിരപ്പും ഉയർന്നത്. ഈ മേഖലയിൽ ഇപ്പോൾ വെള്ളം കയറി വരികയാണ്, ജലനിരപ്പ് ഉയർന്നു വരുന്നു. പുന്നപ്പുഴ വഴി ദിശ തെറ്റി ഒഴുകിയ പുന്നപ്പുഴ ബെയിലിപ്പാലത്തിന് സമീപത്തൊക്കെ നേരത്തെ വെള്ളം അല്പം കുറവുണ്ടായിരുന്നു. പക്ഷേ മഴ ശക്തിയായതോടുകൂടി തൊഴിലാളികളെ രക്ഷിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ഈ മേഖലയിൽ ജലനിരപ്പ് ഉയർന്നത്. ഇപ്പോൾ കൂടുതൽ വനംവകുപ്പിൻ്റെ ആളുകൾ ആ മേഖലയിൽ രക്ഷാപ്രവർത്തനം നടത്തി അവിടെ നിന്ന് ആളുകളെ വാഹനത്തിൽ കയറ്റിയ ആളുകൾ അക്കരെ തയ്യാറായി നിൽക്കുന്നതോടൊപ്പം ഫയർഫോഴ്സും ഈ മേഖലയിലുള്ള സാധാരണക്കാരായ ടാക്സി ഡ്രൈവർമാർ അടക്കമുള്ള ആളുകൾ, ഒരു 20ഓളം തൊഴിലാളികൾ ഇനിയും ആ മേഖലയിലുണ്ട്. അവരെ ചൂരൽമലയിലേക്ക് കടത്തണം എന്നാണ്, ചൂരൽമലയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ വാഹനങ്ങൾ, 3ഓളം ജീപ്പുകളും ഒപ്പം ഫയർഫോഴ്സിൻ്റെ ഒരു റെസ്ക്യൂ വാഹനം അടക്കമുള്ള വാഹനം ഇപ്പോൾ മുണ്ടക്കൈ ഭാഗത്തേക്ക് നീങ്ങുന്നത്. ജലനിരപ്പ് ഉയർന്നുകൊണ്ട് തന്നെ വരുന്നു. മഴയ്ക്ക് ഇടയ്ക്കിടെ ശമനമുണ്ടെങ്കിൽ പോലും വെള്ളം കൂടിയ അവസ്ഥയാണ്. ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയെ തുടർന്ന് ഈ ഭാഗത്തൊക്കെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നെങ്കിൽ പോലും ഇന്ന് രാവിലെ ഇടവിട്ട് പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്ന് ബെയിലിപ്പാലത്തിന് സമീപത്ത് മുണ്ടക്കയിലേക്ക് പോകുന്ന ഭാഗത്തൊക്കെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. സുജയ.